മക്കളെ, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും. സ്ഥിരം ഈ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ കുറച്ച് കുട്ടികൾ എനിക്ക് ഇൻബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് കൺഫ്യൂഷൻ ആണ്, ഇതിന്റെ ക്രോസ് ഒക്കെ കൺഫ്യൂഷൻ ആണ്, ഒന്ന് ഇത് രണ്ടോ മാത്രമായിട്ട് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടേബിൾ, എങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് നമ്മൾ നോക്കാൻ പോകുന്നത്. മക്കളെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോമിനന്റ് ക്യാരക്ടർ വരുമ്പോൾ അത് റിസസീവിന്റെ കൂടെ വരുമ്പോൾ, ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരുമ്പോൾ അത് കുറച്ച് മാത്രം എക്സ്പ്രസ് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഇത് മെന്റലിയൻ പ്രിൻസിപ്പിളിന് എതിരാണ് കേട്ടോ. മെന്റലിയൻ പ്രിൻസിപ്പിളിന്റെ നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കുന്ന ചെടിയുടെ എക്സാമ്പിൾ അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചേക്കണം. അത് വേറെ ആരുമല്ല, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന ആള് തന്നെ, അതായത് സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റി റൈനം സ്പീഷീസ്. സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റി റൈനം സ്പീഷീസ്. ഓക്കെ, പേര് മറക്കരുത്. സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റി റൈനം സ്പീഷീസ്, ഡോഗ് ഫ്ലവർ എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഈ പേര് തന്നെയാണ് NCERT തന്നിരിക്കുന്നത്. അത് തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക, സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റി റൈനം സ്പീഷീസ്. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് നമുക്കിത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രോസ് എഴുതി തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. സോ നമുക്കൊരു ക്രോസ് ഒന്ന് എഴുതി നോക്കാം. നോക്കൂ മക്കളെ, നമ്മളിപ്പോ എടുക്കാൻ പോകുന്നത് ഒരു റെഡ് ഫ്ലവർ ആണ്. സോ റെഡ് ഫ്ലവർ, ഓക്കെ, റെഡ് ഫ്ലവർ ആണ് എടുക്കാനായിട്ട് പോകുന്നത്. റെഡ് ഫ്ലവർ ക്രോസ് ചെയ്യുന്നത് ഒരു വൈറ്റ് ഫ്ലവറിനോടാണ്, വൈറ്റ് ഫ്ലവർ. സോ ഇത് രണ്ടും കൂടി ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ജീനോ ടൈപ്പ് ഒന്ന് എഴുതി നോക്കാം. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. ഓക്കെ, ഇതിന്റെ ഗമേറ്റ്സ് എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും അല്ലെ. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് കിട്ടും, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴോ സ്മോൾ ആർ എന്ന് കിട്ടും. എല്ലാവർക്കും മോണോ ഹൈബ്രിഡ് ക്രോസ് എഴുതാൻ അറിയാലോ, അതേ പാറ്റേണിൽ നിങ്ങൾ എഴുതി പോയാൽ മതി. ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാൻ പോവുകയാണ്? ചേർന്ന് കുഞ്ഞായിട്ട് സൈഗോട്ട് ആയിട്ട് മാറാൻ പോവുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ. നമ്മൾ പഠിച്ചിട്ടുള്ള മെന്റലിയൻ പ്രിൻസിപ്പിൾ അനുസരിച്ചാണെങ്കിൽ ഈ ക്യാപിറ്റൽ ആർ എക്സ്പ്രസ് ചെയ്യുകയും ഇത് നല്ല റെഡ് കളർ ഫ്ലവർ ആയിട്ട് മാറുകയും വേണം. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ക്യാപിറ്റൽ ആർ കുറച്ചു മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. കുറച്ചു മാത്രം എക്സ്പ്രസ് ചെയ്താൽ റെഡ് കളർ ഉണ്ടാകുമോ? ഇല്ല, ചെറിയൊരു റെഡിന്റെ ഷെയ്ഡ് ആയിരിക്കും അല്ലെ. അതാണ് പിങ്ക് കളർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് F1 തലമുറ, ഒന്നാം തലമുറ എന്ന് പറയും, F1 ജനറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി F1 എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കും, പിങ്ക് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളിവിടെ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റഡ് എക്സ്പ്രഷൻ നടക്കില്ല. പകരം കുറച്ചു മാത്രം എക്സ്പ്രസ് ചെയ്ത് അത് പിങ്ക് കളറിലേക്ക് മാറുന്നു. ഇതിന്റെ F2 കൂടി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. എങ്ങനെയാണ് രണ്ടാം തലമുറ കണ്ടെത്തുന്നത്? സെൽഫിങ് ചെയ്യണം അല്ലെ. എങ്ങനെയാ സെൽഫിങ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ആർ, സ്മോൾ ആറിനെ അതേപോലുള്ള ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യുക. അപ്പൊ ഗമേറ്റ്സ് ഒന്ന് എഴുതി നോക്കാം. എങ്ങനെ ഗമേറ്റ്സ് എഴുതുന്നത്? ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ക്യാപിറ്റൽ ആർ ഗമേറ്റും ഒരു സ്മോൾ ആർ ഗമേറ്റും. ഓക്കെ, അതുപോലെ അടുത്ത നമുക്ക് ക്യാപിറ്റൽ ആർ ഗമേറ്റും ഒരു സ്മോൾ ആർ ഗമേറ്റ്സും. ഇതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം എഴുതാൻ വേണ്ടി നമ്മളൊരു സ്ക്വയർ വരയ്ക്കും അല്ലെ. ആ സ്ക്വയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പന്നറ്റ് സ്ക്വയർ. സോ ഒരു പന്നറ്റ് സ്ക്വയർ നമുക്കൊന്ന് വരയ്ക്കാം. സോ പന്നറ്റ് സ്ക്വയറിനകത്ത് നമ്മൾ 4 ഗമേറ്റ്സ് ഇങ്ങനെ എഴുതി വെക്കുക അല്ലെ. ഇവിടെ ക്യാപിറ്റൽ ആർ ഗമേറ്റ്, ഇവിടെ സ്മോൾ ആർ ഗമേറ്റ്, ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ സ്മോൾ ആർ. അപ്പൊ ഗമേറ്റ്സ് എല്ലാം നമ്മൾ എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ചേർത്ത് എഴുതണം അല്ലെ. സോ ഇവിടെ ക്യാപിറ്റൽ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇവിടെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ഇവിടെ സ്മോൾ ആർ. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, അത് എന്ത് തന്നെയായിരിക്കും? റെഡ് കളർ ഫ്ലവർ തന്നെയായിരിക്കും. പക്ഷെ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ വന്നാലോ? ക്യാപിറ്റൽ ആർ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമോ? ഇല്ല, കുറച്ചു മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ എന്തായിരിക്കും കളർ? അത് പിങ്ക് കളർ ആയിരിക്കും. അതുപോലെ വീണ്ടും ഒരു പിങ്കി, ഓക്കെ, പിങ്ക് കളർ ആയിരിക്കും. പിന്നെ ആരാ ഉള്ളത്? ഒരു സ്മോൾ ആർ അല്ലെ. സ്മോൾ ആർ വന്നു കഴിഞ്ഞാൽ സാധാരണ എന്താ കിട്ടുക? വൈറ്റ് ഫ്ലവർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇവിടെ ഒരു റെഡ് കിട്ടി, 2 പിങ്ക് കിട്ടി, ഒരു വൈറ്റ് കിട്ടി. സോ ഇവിടുത്തെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് 1:2:1 ആയിരിക്കും. ഇവിടുത്തെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീനോട്ടിപ്പിക് റേഷ്യോയില് ഒരു ക്യാപിറ്റൽ ആർ, ഒരെണ്ണമല്ലേ നമുക്ക് കിട്ടിയുള്ളൂ. ഈ ഒരെണ്ണമല്ലേ ക്യാപിറ്റൽ ആർ. 2 ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ കിട്ടി, ഒരു സ്മോൾ ആർ കിട്ടി. സോ റേഷ്യോ എന്ത് വരും? 1:2:1. അപ്പോൾ ഇവിടുത്തെ 2 റേഷ്യോസും, ദാറ്റ് ഈസ് ജീനോട്ടിപ്പിക് റേഷ്യോ എടുത്താലും ഫീനോട്ടിപ്പിക് റേഷ്യോ എടുത്താലും ദ റേഷ്യോ വിൽ ബി സെയിം. അതെന്താണ്? 1:2:1 ആയിരിക്കും. ഇതല്ലാതെ മറ്റൊരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചോദിക്കില്ല. ഈ റെഡും വൈറ്റും തമ്മിലുള്ള ക്രോസ് തന്നെയായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എക്സാമ്പിൾ ഏതാണ് ചെടി? മറക്കരുത്, സ്നാപ് ഡ്രാഗൺ അല്ലെങ്കിൽ ആന്റി റൈനം സ്പീഷീസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കോ ഡോമിനൻസിനെ കുറിച്ചിട്ടാണ്.
കോഡോമിനൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ജീൻ ഐ എന്ന് പറയുന്ന ഒരു ജീനാണ്. ഈ ജീനിന് 3 അലീലുകളാണുള്ളത്. ഐ എ അലീല്, ഐ ബി അലീല് ആൻഡ് സ്മോൾ ലെറ്റർ ഐ അലീല്. സാധാരണഗതിയിൽ ഒരു ജീനിന് 2 അലീൽസേ കാണാറുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ ഒരു ജീനിന് 3 അലീലുകൾ ഉണ്ട്. ഈ ഒരു പ്രതിഭാസത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? മൾട്ടിപ്പിൾ അലീലിസം. ഒരു ജീനിന് തന്നെ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യാൻ 2ൽ കൂടുതൽ അലീലുകൾ ഉണ്ടെങ്കിൽ, 2ൽ കൂടുതൽ അലീലുകളാണ് ഒരു ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അലീലിസം നമുക്ക് ബ്ലഡ് ഗ്രൂപ്പിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. നമ്മുടെ എബിഒ ബ്ലഡ് ഗ്രൂപ്പ് ആണ് മൾട്ടിപ്പിൾ അലീലിസത്തിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഇതില് ഐ എ ജീൻ ചെയ്യുന്നത് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ എന്ന് പറയുന്ന ഒരു ഷുഗർ അല്ലെങ്കിൽ പോളിസാക്കറൈഡ് നമ്മുടെ ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഐ ബി ജീൻ എന്താ ചെയ്യുന്ന അറിയാമോ? അയാൾ ഒരു ബി ഷുഗർ നമ്മുടെ ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ബി പോളിസാക്കറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഐ ആണെങ്കിലോ നോ ഷുഗർ, ഒരു ഷുഗറും അയാൾ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതാണ് സ്മോൾ ഐയുടെ പ്രത്യേകത. അവൻ പാവല്ലേ, ഐ സ്മോൾ ഐ അല്ലേ, അപ്പൊ അവനെ കൊണ്ട് ജോലിയൊന്നും നമ്മൾ ചെയ്യിപ്പിക്കാറില്ല. ഓക്കെ, ഇനി ഇതിന്റെ കോമ്പിനേഷൻസ് ഏതൊക്കെയാ പോസിബിൾ നമുക്കൊന്ന് എഴുതി നോക്കാം. ആദ്യത്തേത് ഐ എ ഇങ്ങനൊരു അലീലിക് കോംബോ പോസിബിൾ ആണ്, ഇങ്ങനെ ഒരു പെയർ പോസിബിൾ ആണ്. ദെൻ ഐ എ സ്മോൾ ലെറ്റർ ഐ അത് പോസിബിൾ ആണ്. ഐ ബി പോസിബിൾ ആണ്. ഐ ബി സ്മോൾ ലെറ്റർ ഐയും പോസിബിൾ ആണ്. സ്മോൾ ഐ പോസിബിൾ ആണ്. ആൻഡ് ലാസ്റ്റ് ഐ ബിയും പോസിബിൾ ആണ്. സോ ഇത്രയുമാണ് പോസിബിൾ ആയിട്ടുള്ള ജീനോടൈപ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവരുടെ ബ്ലഡിൽ ഏത് ഷുഗറാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇവിടെ ഐ എ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഐ എ വന്നു കഴിഞ്ഞാൽ എന്തായാലും അയാൾ എ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഷുഗർ. സോ അയാളെ നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പ് മാൻ എന്ന് വിളിക്കാം. രണ്ടാമത്തേലോ ഐ എ സ്മോൾ ലെറ്റർ ഐ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷെ ഐ എ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അയാളുടെ ബ്ലഡിൽ ഏത് ഷുഗർ കാണും? എ പോളിസാക്കറൈഡ് കാണൂലേ. അപ്പൊ അയാളെ നമുക്ക് എന്ത് വിളിക്കാം? എ ബ്ലഡ് ഗ്രൂപ്പ് മാൻ. അപ്പൊ ഇത് രണ്ടും എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഐ എ എന്ന് വന്നാലും ബ്ലഡ് ഗ്രൂപ്പ് എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഐ എ സ്മോൾ ഐ എന്ന് വന്നാലും എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അടുത്തത് ഐ ബി അയാളുടെ ബ്ലഡിൽ ബി ഷുഗർ ആയിരിക്കും. സോ അയാൾ ബി ബ്ലഡ് ഗ്രൂപ്പ് മാൻ എന്ന് വിളിക്കാം. ഐ ബി സ്മോൾ ഐ എന്ന് വന്നാലും അയാളുടെ ബ്ലഡിൽ ബി ഷുഗർ ആയിരിക്കും പ്രസന്റ്. സോ അയാൾ ബി ബ്ലഡ് ഗ്രൂപ്പ് മാൻ തന്നെയാണ്. സ്മോൾ ഐ വന്നാലോ ഒരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യില്ല അല്ലെ. സ്മോൾ ഐ പാവല്ലേ, അപ്പൊ അതൊരു ഷുഗറും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ നോ ഷുഗർ 0, അതാണ് O എന്ന് നമ്മൾ എഴുതുന്നത്. ഒരു ഷുഗറും അതിനകത്തില്ല. അടുത്തതാണ് നമ്മുടെ ചോദ്യം. ഐ ബി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ പഠിച്ചിട്ടുള്ള അനുസരിച്ചാണെങ്കിൽ ഒരാൾ എക്സ്പ്രസ് ചെയ്യും, ഒരാൾ മിണ്ടാതിരിക്കണം എന്നാണ്. അതായത് ഒന്നുകിൽ എ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യണം, അപ്പൊ ബി മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ബി ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യണം, എ മിണ്ടാതിരിക്കണം. പക്ഷെ ഇതൊന്നും അല്ല ഇവിടെ സംഭവിക്കുന്നത്. എ പറയും ഞാൻ എക്സ്പ്രസ് ചെയ്യും, ഐ ബി പറയും ഞാനും എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അയാളുടെ ബ്ലഡിൽ എ ഷുഗറും കാണും, ബി ഷുഗറും കാണും. അയാളെ നമ്മൾ എ ബി ബ്ലഡ് ഗ്രൂപ്പ് മാൻ എന്ന് വിളിക്കുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 ഷുഗറും പ്രൊഡ്യൂസ് ചെയ്തു എന്ന് വെച്ചാൽ 2 അലീലുകളും എക്സ്പ്രസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. കോഡോമിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അലീലുകളും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോഡോമിനൻസ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണ് അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, കോഡോമിനൻസ് എന്ന് പറഞ്ഞാൽ 2 അലീലുകളും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് കോഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പാരന്റ്സിന്റെ ജീനോടൈപ്പുകൾ ഫീനോടൈപ്പ് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. നമുക്കൊരു ഉദാഹരണം ചെയ്ത് നോക്കാം. അച്ഛൻ എ ആണ്, അമ്മ ബി ആണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുണ്ടാകാനുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? അപ്പൊ സാധ്യതകൾ ക്ലാസ് ചെയ്യുന്ന ഏതൊരു ക്വസ്റ്റ്യനിലും നിങ്ങൾ ഈ ഹെട്രോസൈഗസ് കണ്ടീഷൻ എടുത്ത് വേണം ചെയ്യാൻ. അപ്പൊ ഇത് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്, അത് പക്ഷെ കണക്ക് ചെയ്യാൻ എടുക്കരുത്. ഇത് രണ്ടും ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്, കണക്ക് ചെയ്യാൻ ഒരിക്കലും ഹോമോസൈഗസ് കണ്ടീഷൻ എടുക്കരുത്, ഹെട്രോസൈഗസ് കണ്ടീഷൻ വേണം എടുക്കാൻ. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ ഏതെടുക്കും? ഐ എ സ്മോൾ ലെറ്റർ ഐ വേണം എടുക്കാൻ. ഐ എ എടുക്കരുത്. ഓക്കെ, അത് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പിന് നമ്മൾ ഏതെടുക്കണം? ഐ ബി സ്മോൾ ലെറ്റർ ഐ വേണം എടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് ഗമേറ്റ്സ് എഴുതാം. ഗമേറ്റ്സ് എങ്ങനെ എഴുതുക? നമ്മൾ ഇതിനെ 2ആയിട്ട് മുറിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ഐ എയും കിട്ടും, സ്മോൾ ഐയും കിട്ടും. അപ്പൊ നമുക്ക് 2 ഗമേറ്റ്സിനെ ഇവിടെ കിട്ടി. ഇതാ 2 ഗമേറ്റ്സ്. അതേപോലെ ഇവിടെ ഒന്ന് ഡിവൈഡ് ചെയ്തേ, ഐ ബി ഗമേറ്റും കിട്ടും, സ്മോൾ ഐ ഗമേറ്റും കിട്ടും. നമുക്ക് ഇതിൽ നിന്നും കുഞ്ഞുങ്ങളൊന്ന് എഴുതി നോക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് പനറ്റ് സ്ക്വയർ വരച്ചാലോ? ഇതാ പനറ്റ് സ്ക്വയർ വരച്ചു. അതിൽ നിന്ന് നമുക്ക് ഗമേറ്റ്സിനെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ എല്ലാ ഗമേറ്റ്സും എഴുതി വെക്കാം. ദിസ് ഇസ് ഐ എ ഗമേറ്റ്, സ്മോൾ ഐ ഗമേറ്റ്, ദെൻ ഐ ബി ഗമേറ്റ്, അടുത്ത സ്മോൾ ഐ ഗമേറ്റ്. ചേർത്ത് എഴുതാം നമുക്ക്. സോ ചേർക്കുമ്പോ ഇവിടെ ഐ എ ഐ ബി, അടുത്ത ഇവിടെ വരുമ്പോ ഐ ബി സ്മോൾ ലെറ്റർ ഐ, ഇവിടെ വരുമ്പോ ഐ എ സ്മോൾ ഐ, ഇവിടെ സ്മോൾ ഐ.
ഓക്കെ, ഇനി കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയായിരിക്കും? IA, IB കോഡോമിനൻസ് സംഭവിക്കും അല്ലെ. അപ്പൊ IAയും Bയും എക്സ്പ്രസ് ചെയ്യും. സോ ഇറ്റ് വിൽ ബി AB ബ്ലഡ് ഗ്രൂപ്പ്. IB സ്മോൾ ലെറ്റർ I, അപ്പൊ B മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. സോ ഇറ്റ് ഇസ് B ഷുഗർ, B ബ്ലഡ് ഗ്രൂപ്പ്. IA സ്മോൾ I അത് വരുമ്പോഴത്തേക്കും അത് A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. സ്മോൾ I ഒന്നും പ്രൊഡ്യൂസ്ഡ് ആകില്ല, അപ്പൊ O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് വരാൻ സാധ്യതയുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അച്ഛനും O ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള അമ്മയും തമ്മിൽ കല്യാണം കഴിച്ചാൽ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക. എല്ലാവരും ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം മക്കളെ. Till then, bye. I am Dr. Mano. Bye for now.